എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാറ്റകൾ സമരം ചെയ്തു, അവരുദ്ദേശിച്ച കാര്യങ്ങൾ നേടി. അവസാനം സമരം അവസാനിപ്പിച്ച് അവർ പിരിഞ്ഞും പോയി. എല്ലാവരും കരുതിയത് ഈ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP വലിയൊരു വിജയം നേടിയെന്നാണ്. പക്ഷേ കളി അവിടെ തീർന്നിട്ടില്ല ഭായി. യഥാർത്ഥ കളി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെയും ഇന്നുമായി ഡൽഹിയിൽ നിന്നും UP യിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ വരുന്ന വാർത്തകൾ കേട്ട് ഇപ്പോൾ പാറ്റകൾ കൂട്ടത്തോടെ കരയുകയാണ്. അതെന്താണെന്നറിയാമോ? ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായി തെളിവുകളോടെ ഒരു പെർഫെക്റ്റ് ഫാക്ട് ചെക്കാണ് നടത്താൻ പോകുന്നത്. സമരം നിർത്തി പോകുന്ന സമയത്ത് പാർട്ടികൾ സർക്കാരിന് മുന്നിൽ വെച്ച പ്രധാന ഡിമാൻഡുകളിലൊന്ന് ഇതായിരുന്നു. അതായത് ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം, ആർക്കെതിരെയും പുതിയ കേസുകൾ എടുക്കുകയും ചെയ്യരുത്. ഗവൺമെന്റ് അന്നത് സമ്മതിച്ചു. വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി സമരം ചെയ്യാൻ അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ CJPയുടെ ആളുകൾ വന്നിട്ട് പറയുന്നു, ഡൽഹി പോലീസും BJP ഭരിക്കുന്ന UP, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പോലീസും ചേർന്ന് സമരക്കാർക്കെതിരെ വ്യാപകമായി കേസുകൾ എടുക്കുകയാണെന്ന്. സർക്കാർ വാക്ക് തെറ്റിച്ചു എന്നതാണ് ഇവരുടെ പുതിയ കരച്ചിൽ. ഇവിടെയാണ് സത്യത്തിൽ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. സമരം അവസാനിച്ചാലും ഈ സമരത്തിന്റെ മറവിൽ അക്രമം കാണിച്ച ഓരോരുത്തരെയും പിന്നിൽ നടന്ന് പൊക്കാനുള്ള നടപടിയാണ് പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സമാധാനപരമായി സമരം ചെയ്ത ഒരു യഥാർത്ഥ വിദ്യാർത്ഥിയെ പോലും പോലീസ് തൊട്ടിട്ടില്ല. പിന്നെ ആരെയാണ് അവർ പൊക്കുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഹണിപ്പോ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി വിരിച്ച വലയിൽ ഈ പാറ്റകൾ എങ്ങനെയാണ് ചെന്ന് കയറിയത് എന്ന് ഞാൻ കൃത്യമായി കണക്കുകളോടെ പറഞ്ഞുതരാം. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ നേരിടാൻ സർക്കാരുകൾക്ക് പ്രധാനമായി 2 വഴികളാണുള്ളത്. ഒന്ന്, പ്രശ്നം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് സമരം ഇല്ലാതാക്കുക. പാറ്റ പാർട്ടിയുടെ നേതാവ് അഭിജിത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഗവൺമെന്റിന് വേണമെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. ഡൽഹി പോലീസ് അവർക്ക് സമരം ചെയ്യാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. എന്തുകൊണ്ട്? അവിടെയാണ് ഗവൺമെന്റിന്റെ രണ്ടാമത്തെ തന്ത്രം വന്നിരിക്കുന്നത്. ഹണിപോട്ട് സ്ട്രാറ്റജി. അതായത് ഒരു വലിയ ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുക, പ്രതിഷേധക്കാർക്ക് ഇടം നൽകുക, എന്നിട്ട് ഈ വിദ്യാർത്ഥി സമരത്തിന്റെ മറവിൽ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വരുന്ന ക്രിമിനലുകളെയും രാജ്യവിരുദ്ധ ശക്തികളെയും പുറത്തേക്ക് ചാടിക്കുക. സമരസ്ഥലത്തും പരിസരങ്ങളിലും ഡൽഹി പോലീസ് നേരത്തെ തന്നെ കൃത്യമായ CCTV ക്യാമറകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI അടിസ്ഥാനമാക്കിയുള്ള ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം സ്ഥാപിച്ചിരുന്നു. സമരം കഴിഞ്ഞ ശേഷം പോലീസ് ഈ ദൃശ്യങ്ങൾ വെച്ച് ഒരു സ്ക്രീനിങ് നടത്തി. ഇത് വെറും ഒരു ആരോപണമല്ല, ഒഫീഷ്യൽ ഡേറ്റയാണ്. അതായത് പോലീസിന്റെ ഡേറ്റാബേസ് പ്രകാരം 2873 വ്യക്തികളെ പോലീസ് സ്ക്രീനിങ്ങിന് വിധേയമാക്കി. അതിൽ 989 പേർക്ക് ഗുരുതരമായ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. വിദ്യാർത്ഥികളുടെ നീറ്റ് സമരത്തിൽ 1000-ഓളം കൊടും ക്രിമിനലുകളോ? ഇവരുടെ കേസുകൾ എന്തൊക്കെയാണെന്നറിയാമോ? 101 പേർ മുൻകാല കൊലപാതക കേസുകളിലെ പ്രതികളാണ്. 62 പേർ വധശ്രമ കേസുകളിലെ പ്രതികളാണ്. 284 പേർ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയവർ. 229 പേരാകട്ടെ നിയമവിരുദ്ധമായ ആയുധങ്ങൾ കൈവശം വെച്ചവർ. 61 പേർ ബലാത്സംഗ കേസുകളിൽപ്പെട്ടവർ. 6 പേർ പോക്സോ കേസുകളിലും പെട്ടവർ. ഇതിൽ പലർക്കും 10-ലധികം കേസുകൾ വരെയുണ്ട്. ഇതാണോ നിങ്ങളുടെ വിദ്യാർത്ഥികൾ? ഇതാണോ നീറ്റ് പരീക്ഷ എഴുതാൻ പോയ പാവം പിള്ളേര്? അല്ല. പരീക്ഷ റദ്ദാക്കിയതിലെ വിദ്യാർത്ഥികളുടെ അസംതൃപ്തിയെ മുതലെടുത്ത് ഈ രാജ്യത്ത് ഒരു വമ്പൻ കലാപമുണ്ടാക്കാൻ വന്ന അട്ടിമറി സംഘങ്ങളായിരുന്നു ഇവർ. ഇവരെയാണ് മോദി സർക്കാർ തന്ത്രപരമായിട്ട് വലയിലാക്കിയത്. ഈ കൊടും ക്രിമിനലുകൾ ജന്തർ മന്ദറിൽ വന്നിട്ട് എന്താണ് ചെയ്തത് എന്നുകൂടി നമ്മൾ ഓർക്കണം. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന വനിതാ മാധ്യമ പ്രവർത്തകരുടെ നേരെ തുണി ഉരിഞ്ഞു കാണിച്ച ഒരുത്തനെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. പോലീസ് വാഹനങ്ങളും ഗവൺമെന്റിന്റെ വണ്ടികളും അടിച്ചു തകർത്തവർക്കെതിരെ നടപടി വേണ്ടേ? അവിടെ നിന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചവർ, രാജ്യത്തിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തവർ, പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കും അച്ഛനും അടക്കം പച്ച തെറി വിളിച്ചവർ, ഇവർക്കെതിരെ ഒന്നും ഒരു കേസും എടുക്കരുത് എന്നാണോ CJPയും നമ്മുടെ സോക്കോൾഡ് സാംസ്കാരിക നായകരും പറയുന്നത്? സമാധാനപരമായി സമരം ചെയ്ത യഥാർത്ഥ വിദ്യാർത്ഥികളെ പോലീസ് തൊട്ടിട്ടില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവസാനം സ്വന്തം സമരത്തിൽ അക്രമികൾ നുഴഞ്ഞു കയറി എന്ന സാക്ഷാൽ അഭിജിത്തിന് വരെ സമ്മതിക്കേണ്ടി വന്നില്ലേ? ഈ ഒത്തുതീർപ്പിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെ ക്രിമിനലുകളെയും അക്രമകാരികളെയും വെറുതെ വിടാൻ നിയമ സംവിധാനത്തിന് കഴിയില്ല. ഇവിടെ ചിലരിറക്കുന്ന വേറൊരു കാർഡുണ്ട്.
അയ്യോ, ഈ പിള്ളേരൊക്കെ ജെൻസി അല്ലേ, അവരെ എങ്ങനെ ഉപദ്രവിക്കാമോ എന്ന്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഈ ജെൻസി എന്ന് പറയുന്നത് എന്തോ ഒരു പവിത്രമായ സാധനമാണെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട. 18 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. നമ്മുടെ രാജ്യത്തെ കൊടും കുറ്റവാളികളിൽ പലരും ഇതേ പ്രായത്തിലുള്ളവരുമാണ്. എത്രയോ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയവർ, ഗുണ്ടകൾ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഭീകരവാദികൾ, ഇവരിൽ പലരും ജെൻസി തന്നെയാണ്. അതുകൊണ്ട് ഒരു വിഭാഗം നല്ലവരും ബാക്കിയുള്ളവർ മോശക്കാരും എന്നൊന്നുമില്ല. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഈ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ്. നീ ജെൻസി ആണോ, അതോ ജെൻ ആൽഫയാണോ, അതോ അൾട്രാവയലറ്റ് ആണോ, ഇൻഫ്രാറെഡ് ആണോ എന്നൊന്നും നിയമത്തിന് വിഷയമല്ല. കുറ്റം ചെയ്തവർ അക്രമം കാണിച്ചാൽ നീ അനുഭവിക്കണം. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയും വ്യക്തമാക്കിയത്. എല്ലാ യുവാക്കളെയുമല്ല, തലതെറിച്ചവന്മാരെ മാത്രമാണ് നിയമം ലക്ഷ്യം വെക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പാറ്റകളിൽ സമാധാനമായി വന്ന നല്ല പാറ്റകൾക്ക് തടി കേടാകാതെ മടങ്ങിപ്പോകാം. ഗവൺമെന്റ് അവർക്ക് നൽകിയ വാക്ക് പാലിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരം മന്ത്രി രാജിവെച്ചു. കാര്യങ്ങൾ മാറി മറിയുന്നു. എന്നാൽ ആ സമരത്തിന്റെ മറവിൽ കലാപമുണ്ടാക്കാൻ വന്ന പാറ്റയെ, പഴുതാരയെ, ഓന്തിനെയൊക്കെ മോദി സർക്കാർ വലയിൽ കുരുക്കി കഴിഞ്ഞു. അതിപ്പോ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവരെ ഭരണകൂടം പൊക്കും. രഹസ്യാന്വേഷണ ഏജൻസികൾക്കും പോലീസിനും ഇനി കൃത്യമായ പണിയുണ്ട്. ഇതാണ് ഡൽഹിയിൽ നടന്നതിന്റെ യഥാർത്ഥ ഫാക്ട് ചെക്ക്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നി? യാതൊരു ഫിൽറ്ററുമില്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.